വെൽക്കം ഡോക്ടർ പോൾ വി മാത്യു, ദ ഹാബിറ്റ് ബിൽഡർ. വിജയിച്ച ആളുകൾക്കുണ്ടായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ശീലങ്ങളെക്കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമായി എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്, വിജയിച്ച ആളുകൾ, ശക്തന്മാരായ ആളുകൾ പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേൽക്കുന്നവരായിരുന്നു. 5 AM ക്ലബ് എന്നുള്ള ആശയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ റോബിൻ ശർമ്മ, ദ മോൺ ഹൂ സോൾവ് ഹിസ് ഫെറാറി, മിറാക്കിൾ മോർണിംഗ് ബൈ S.J. സ്കോട്ട് തുടങ്ങിയ ധാരാളം പുസ്തകങ്ങളിലെല്ലാം പറയുന്നതാണ് പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേൽക്കുക. ഏറ്റവും ചുരുങ്ങിയത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കുക, പക്ഷികൾ കളകളാരവും ഒഴുക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കുക. പ്രഭാതത്തിൽ ഏറ്റവും പ്രൊഡക്ടിവിറ്റിയുള്ള സമയമാണെന്നുള്ളതും മനസ്സിലാക്കുക. പ്രഭാതത്തിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഏറ്റവും നന്നായി ചെയ്യുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് പ്രഭാതത്തിൽ എഴുന്നേൽക്കണമെന്ന് പറയുന്നത് എന്നുള്ളതിന് ശാസ്ത്രീയമായ ധാരാളം വശങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ വിൽ പവറുള്ള സമയം പ്രഭാതത്തിലാണ്. വിൽ പവർ ഒരു ജാറ് പോലെയാണ്. ജാറിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നുണ്ടാകും, പക്ഷേ അത് പതിയെ പതിയെ കുറയുകയാണ്. വൈകിട്ടാകുമ്പോഴേക്കും നാം നമ്മുടെ വിൽ പവർ കുറഞ്ഞ് ഏറ്റവും ശക്തിയില്ലാത്ത ആളുകളായി മാറുകയാണ്. ഏറ്റവും കൂടുതൽ വിൽ പവറുള്ള സമയത്ത്, ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റിയുള്ള സമയത്ത്, ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഷാർപ്പായ സമയത്ത് നാം ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായും ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ച് കുട്ടികൾക്കെല്ലാം, പഠിക്കുന്നവർക്കെല്ലാം നല്ല ഒരു ശീലമാണ് പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത്. പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ ഏറ്റവും അധികം കോൺസെൻട്രേഷനുള്ള സമയം, ഏറ്റവും ഫോക്കസ് ഉള്ള സമയം, ഏറ്റവും വേഗത്തിൽ നമുക്ക് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. എന്നാൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ രാവിലെ എഴുന്നേൽക്കുവാൻ സാധിക്കുന്നുള്ളൂ. പലരും പറയാറുണ്ട്, സാറേ നേരത്തെ എഴുന്നേൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. അലാം വെക്കുന്നു, അലാം സ്നൂസ് ചെയ്ത് വീണ്ടും കിടക്കുന്നു, അല്ലെങ്കിൽ അലാം അടിച്ചുകൊണ്ടിരിക്കുന്നു, എഴുന്നേൽക്കുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്താണ് നേരത്തെ എഴുന്നേറ്റാനുള്ള ഗുണമെന്ന് ഞാൻ പറഞ്ഞു. പ്രൊഡക്ടിവിറ്റി കൂടും, നമ്മുടെ ബ്യൂട്ടി കൂടും, നമുക്ക് മെൻ്റൽ സ്ട്രെങ്ത് കൂടും, ഫിസിക്കൽ ഫിറ്റ്നസ് കൂടും. ഇങ്ങനെ ധാരാളം ഗുണങ്ങളുണ്ട്. പക്ഷേ എങ്ങനെയാണ് എഴുന്നേൽക്കുവാൻ സാധിക്കുക? ഒന്നാമത്തെ ചോദ്യമാണ്, നിങ്ങൾ എത്ര മണിക്കൂറാണ് സാധാരണ ഉറങ്ങാറുള്ളത്? നിങ്ങൾ മിനിമം 8 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നുണ്ടോ? ഉറങ്ങുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നേരത്തെ എഴുന്നേൽക്കുവാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്, എനിക്ക് എങ്ങനെ 8 മണിക്കൂർ ഉറങ്ങാൻ സാധിക്കും? അപ്പോൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്, ഞാൻ എപ്പോഴാണ് കിടക്കാൻ പോകുന്നത്? എനിക്ക് പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേൽക്കണമെങ്കിൽ, എനിക്ക് 8 മണിക്കൂർ എനിക്ക് 8 മണിക്കൂർ ഉറങ്ങണമെങ്കിൽ ഞാൻ എപ്പോഴാണ് കിടക്കാൻ പോകേണ്ടത്? ആ ഒരു ക്രമീകരണത്തിലേക്കാണ് നാം ഏറ്റവും ആദ്യമായി പോകേണ്ടത്. പക്ഷേ അത് പെട്ടെന്ന് സാധിക്കുകയില്ല. എല്ലാ ദിവസവും 8 മണിക്ക് എഴുന്നേൽക്കുന്ന ആളോട് നേരത്തെ ഉറങ്ങാൻ പോകാൻ പറഞ്ഞാൽ, നേരത്തെ എഴുന്നേൽക്കാൻ പറഞ്ഞാൽ സാധിക്കില്ല. അവിടെ ഗ്രാജുവലായിട്ടുള്ള ചേഞ്ചാണ് അതിന് വേണ്ടി നാം ചെയ്യേണ്ടത്. മിനിമം 5 മണിക്കെങ്കിലും എഴുന്നേൽക്കാനായി ശ്രമിക്കുന്നയാൾ എപ്പോൾ കിടക്കണമെന്ന് ചിന്തിക്കുക. ഒരു 10 മണിക്കെങ്കിലും ഉറങ്ങുവാൻ ശ്രമിക്കണം. ഇപ്പോൾ 2 മണിക്കും 12 മണിക്കും 1 മണിക്കും എല്ലാം ഉറങ്ങുന്നയാളാണെങ്കിൽ എത്രയോ നേരത്തെ ഉറങ്ങിയാലാണ് അതിന് സാധ്യമാക്കുക. അത് മെൻ്റൽ പ്രിപ്പറേഷൻ വേണ്ട ആവശ്യമാണ്. ചുരുങ്ങിയത് 10 മിനിറ്റ്, 5 മിനിറ്റ്, 15 മിനിറ്റ്, അങ്ങനെ ചെറിയ ചെറിയ സമയങ്ങൾ നേരത്തെയാക്കി ഗ്രാജുവലി നിങ്ങൾ 10 മണി സമയത്തിലേക്ക്, 9 സമയത്തിലേക്ക് ഉറങ്ങുവാൻ പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞു, ഉറക്കം എന്നുള്ളത് ജീവിതത്തിൻ്റെ വിജയത്തിന് ആവശ്യമാണ്. നന്നായി ഉറങ്ങിയാൽ മാത്രമേ ബ്രെയിൻ വർക്ക് ചെയ്യുകയും, ബ്രെയിൻ റിപ്പയർ ചെയ്യപ്പെടുകയും, ഓർമ്മശക്തി ഉണ്ടാകുകയും, ആരോഗ്യമുണ്ടാകുകയും എല്ലാം ചെയ്യുകയുള്ളൂ. നേരത്തെ ഉറങ്ങാൻ പോകാൻ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. നേരത്തെ ഉറങ്ങാൻ പോകണമെങ്കിൽ തീർച്ചയായും നാം നേരത്തെ ഭക്ഷണം കഴിക്കണം. ഉറക്കത്തിന് മുമ്പ് ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കുക. ഇനി മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് 2 മണിക്കൂർ മുമ്പ് തന്നെ ആ മൊബൈൽ ഫോണും സ്ക്രീൻ ലൈറ്റും എല്ലാം മാറ്റിവെക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് ധാരാളം ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഉറങ്ങുവാനായിട്ട് സാധിക്കില്ല. ലൈറ്റായ ഭക്ഷണം കഴിക്കുക എന്ന് മാത്രമല്ല, ഉറങ്ങുന്നതിന് മുമ്പ് വളരെ നേരത്തെ ഭക്ഷണം കഴിക്കുവാൻ ശ്രമിക്കുക. ഇനി 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നന്നായി ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ളവർക്കാണ് നന്നായി ഉറങ്ങുവാൻ സാധിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെയോ വൈകിട്ടോ ഫിസിക്കൽ എക്സോഷനുള്ള നല്ല എക്സസൈസ്, നല്ല ആക്ടിവിറ്റീസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ചിലപ്പോൾ ഗെയിംസ് ആയിരിക്കാം, ഔട്ട്ഡോർ ഗെയിംസ് ആയിരിക്കാം, യോഗ ആയിരിക്കാം, ഫിസിക്കൽ എക്സസൈസ് ആയിരിക്കാം. നന്നായി എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നന്നായി ഉറങ്ങുവാനായിട്ട് സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുകയാണ്, സൺലൈറ്റ്, സൂര്യപ്രകാശം നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. വൈറ്റമിൻ ഡി, സൂര്യപ്രകാശം കൃത്യമായി ഏൽക്കുകയും അതനുസരിച്ച് ബോഡിയെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർക്കാരിൻ്റെ ഋതത്തിലേക്ക് എത്തുവാനും നന്നായി ഉറങ്ങുവാനും സാധിക്കും. ഒരു സർക്കാരിൻ്റെ ഋതമാണ് ലൈഫിനുള്ളത്. ഇന്ന് 4 മണിക്ക് എഴുന്നേറ്റയാൾ നാളെ 5 മണിക്ക് എഴുന്നേൽക്കുകയും പിന്നീട് 8 മണിക്ക് എഴുന്നേൽക്കുകയും അങ്ങനെ തോന്നിയ രീതിയിൽ ബോഡിയെ സ്ട്രെച്ച് ചെയ്താൽ അത് രോഗങ്ങൾക്കും അല്ലെങ്കിൽ മാനസികമായ അസ്വസ്ഥതയ്ക്കും ഇടയാക്കുവാൻ സാധ്യതയുണ്ട്. സർക്കാർ ഋതം എന്ന് പറയുന്നത് തീർച്ചയായും എല്ലാ ദിവസവും ഒരു സൈക്കിൾ പോലെ പ്രവർത്തിക്കുകയാണ്. ഇന്ന സമയത്ത് എഴുന്നേൽക്കുന്നു, ഇന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നു, ഇന്ന സമയത്ത് കുളിക്കുന്നു, ഇന്ന സമയത്ത് റെസ്റ്റ് ചെയ്യുന്നു, ഇന്ന സമയത്ത് വായിക്കുന്നു. അങ്ങനെയുള്ള സർക്കാർ ഋതത്തിലാണ് നമ്മുടെ ശരീരം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ചിട്ടയായ ശീലം ഉണ്ടാക്കുക. നേരത്തെ എഴുന്നേൽക്കുവാൻ ശ്രമിക്കുക, നന്നായി ഉറങ്ങുവാൻ ശ്രമിക്കുക, നേരത്തെ എഴുന്നേൽക്കുവാൻ ശ്രമിക്കുക, നേരത്തെ കിടക്കാൻ പോവുക. അങ്ങനെ പണ്ട് പുസ്തകത്തിൽ വായിച്ചതുപോലെ early to bed, early to wake up, more health, more wealth, more wellness, your life will be in a success. It is Dr. Paul V. Matthew, the Habit Builder, signing off.